വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദുബായ് അൽ കവനേജിലെ ഖുറാനിക് പാർക്കിലേക്കാണ്. ഈ പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ ഈ കാണുന്നത് പോലെ തന്നെ കരീമിൻ്റെ ഈ ബൈക്സും സൈക്കിൾസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് പുറത്ത് ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഉള്ളിൽ ഇതൊക്കെ ബാൻഡാണ്. ഈ ബൈക്സ് മാത്രമല്ല, സൈക്കിൾ, പിന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ് കളിക്കുന്നതും, പിന്നെ പെറ്റ്സിനെ കൊണ്ടുപോകുന്നതും, ബാർബിക്യൂ ചെയ്യുന്നതും എല്ലാം ഇവിടെ ബാൻഡാണ് ഈ ഒരു പാർക്കിനകത്ത്. ഈ ഒരു പാർക്കിലേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. പക്ഷേ ഇതിനകത്ത് തന്നെ വേറെ 2 ചെറിയ അട്രാക്ഷൻസ് ഉണ്ട്. ഒന്ന് മിറാക്കിൾ കേവ്, വേറെ ഒന്ന് ഗ്ലാസ് ഹൗസ്. ഈ 2 സ്ഥലത്തേക്കും കയറാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അതിൻ്റെ മെഷീൻ ഇതിനകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഈ ഒരു പാർക്കിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ 2 സൈഡിലായിട്ടും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫാമിംഗ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓരോ സ്ഥലത്തും ഏത് സീഡാണ് ഇവർ നട്ടിരിക്കുന്നത്, ഏത് ചെടിയാന്നൊക്കെ ചെറിയൊരു ബോക്സ് പോലെയായിട്ട് അവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഡീറ്റെയിൽ, അതായത് അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാകും. ഈ ഒരു പാർക്കിൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 9 to നൈറ്റ് 9 PM വരെയാണ്. നമ്മൾ ഏകദേശം ഒരു ഈവനിങ് 4:30 ടൈമിനായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായത്. ഇപ്പോൾ സമ്മർ സീസൺ തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ അത്യാവശ്യം കുറേ മരങ്ങളും പിന്നെ പച്ചപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര വലിയ ചൂട് തോന്നിയില്ല. എന്നാലും ചൂട് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഏകദേശം ഒരു 3 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഇവിടുത്തെ മിറാക്കിൾ കേവ് അല്ലെങ്കിൽ കേവ് ഓഫ് ദ മിറാക്കിൾസ് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ ക്യൂ ആയിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അകത്ത് കയറാൻ വേണ്ടിയിട്ടും ബാച്ച് ആയിട്ടാണ് അവർ സമ്മതിക്കുന്നുണ്ടായത്. അതുകൊണ്ട് അന്ന് നമ്മളെ കയ്യിൽ ടൈം ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എല്ലാം കൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ദുബായിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർക്കാണിത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പച്ചപ്പുള്ള ഏരിയാസും ഉണ്ട്. മാത്രമല്ല കുറച്ച് വിവരങ്ങൾ അറിവും നേടാനും പറ്റും ഓരോരോ പ്ലാന്റ്സിനെയൊക്കെ പറ്റിയിട്ട്. ഈ ഒരു സമ്മർ സീസൺ ആയിട്ട് വരെ ഇവർ ഈ ഒരു സ്ഥലം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഓരോരോ ഏരിയാസും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മിസ്സായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ലക്ഷ്യം വെച്ചിട്ട് പോയിട്ടുണ്ടായത് മിറാക്കിൾ കേവ്സിലേക്കാണ്. അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കേവിലേക്ക് എത്തിപ്പെട്ടു. സത്യം പറഞ്ഞാൽ വലിയൊരു പാർക്കാണ്, ഇഷ്ടംപോലെ നടക്കാനുണ്ട്. പക്ഷേ ഓരോരോ സ്ഥലത്തായിട്ടും ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോവില്ല. മിറാക്കിൾ കേവ്സിൽ പോകണമെങ്കിൽ ഓരോ സ്ഥലത്തും ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ടിക്കറ്റ് മെഷീൻ. ഇതിൽ 5 ദിറമാണ്. മിറാക്കിൾ കേവിലേക്ക് ഒരാൾക്ക് 5 ദിറം, പിന്നെ ഗ്ലാസ് ഹൗസിലേക്ക് 5 ദിറം. അങ്ങനെ 2ൻ്റെയും ടിക്കറ്റ് നമ്മൾ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നേരെ മിറാക്കിൾ കേവിലേക്ക് കയറി. ഈ ഒരു കേവിൻ്റെ പുറത്തെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ ക്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. കൗണ്ടറിൽ പോയി ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇതിനകത്തൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് 3 ലാംഗ്വേജിലാണ് പ്ലേ ചെയ്യുന്നത്: ഇംഗ്ലീഷ്, അറബിക്, ഉറുദു. അപ്പോൾ നമ്മളുടെ ലാംഗ്വേജ്, നമ്മുടെ പ്രിഫേർഡ് ലാംഗ്വേജ് ഏതാണെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഉറുദു ആണ്. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏത് ലാംഗ്വേജ് തന്നെ ആയാലും വീഡിയോ അങ്ങനെ ഫുൾ ഇരുന്ന് കാണത്തില്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ ഉറുദുവിൻ്റെ ടൈം തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെയേറെ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടായത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ വലിയ ക്യൂ ഇതിന് പുറത്തുള്ളതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇതിനകത്ത് കയറിയപ്പോൾ അത്ര കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്ഥലങ്ങളിൽ, അതായത് കുറേ അധികം സ്ഥലങ്ങളിൽ തന്നെ പ്രൊജക്ടേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല.
ഇതിനകത്ത് തന്നെ ഓരോരോ സെക്ഷനിലായിട്ട് പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ഈ കാണുന്നത് പോലെ തന്നെ ഓരോരോ വാട്ടർഫാൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം, 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തെയും പ്രൊജക്ടർ ഓഫായിട്ടായിരുന്നു ഉണ്ടായത്. പിന്നെ വേറെ ഒരു ആശ്വാസം എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാൽ ഈ ഒരു കേവ് മൊത്തം എയർ കണ്ടീഷൻഡാണ്. അപ്പോൾ അത്രയും ചൂടിൽ പുറത്ത് നിന്നിട്ട് ആകെ ടയേർഡായിട്ട് വന്നിട്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ വളരെ ആശ്വാസമായിട്ട് തോന്നി. ഇത് അത്യാവശ്യം വലിയൊരു കേവ് തന്നെയാണ്. മാത്രമല്ല ഈ കേവിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ടും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേവിൻ്റെ എക്സിറ്റ് ഡോറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സോവനിയർ മെഷീനും കൊടുത്തിട്ടുണ്ട്. 10 ദിറം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ ഒരു സോവനിയർ നമുക്ക് കിട്ടും. ഇപ്പോൾ ടൂറിസ്റ്റിനും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്ന ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകും. അങ്ങനെ ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ തന്നെ ഫുൾ ഗ്രീനറിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഏരിയയിൽ ഇത്രയും പച്ചപ്പുള്ള വേറെ പാർക്കൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും വലിയ സ്ഥലമാണിത്. അടുത്തതായിട്ട് നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഒരു പച്ചപ്പും തണലും ഒരുപോലെയുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് സമയം റെസ്റ്റും ചെയ്യാം, മാത്രമല്ല വേണമെങ്കിൽ കളിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരെ വേറെ ഒരു മെയിൻ അട്രാക്ഷൻ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പറഞ്ഞു, നിങ്ങളൊരു കാര്യം നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക, ആ ടൈം കൊണ്ട് ഞാൻ കുറച്ചൊരു വീഡിയോസ് എടുത്തിട്ട് വരാമെന്ന്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴും ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു അട്രാക്ഷൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാത്രി ടൈം ആകുമ്പോൾ നേരിട്ട് കാണാൻ ഓക്കെയാണ്, പക്ഷെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഒന്നും ക്ലിയറായി കിട്ടില്ല. ഈ ഒരു മിറാക്കിൾ കേവും ഗ്ലാസ് ഹൗസും കൂടാതെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് വേറെ ഒരു ബ്രിഡ്ജാണ്. വേറെ ഒരു സ്ഥലത്തും കാണാത്ത പോലത്തെ ഒരു പാറ്റേണിലുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല അടിപൊളി ലുക്കാണ്. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണിത്. ഈ കാണുന്നത് പോലെ തന്നെ സെൻറ്ററിൽ വലിയൊരു നടപ്പാത ഉണ്ടാകും. അതിൻ്റെ 2 സൈഡിലുമായിട്ട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഖുറാനിക് പാർക്കിൽ വരുന്ന, അതായത് പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ വരുന്ന എല്ലാവരും ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്രിഡ്ജ് കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. കാരണം മിറാക്കിൾ കേവ് ആയാലും ഗ്ലാസ് ഹൗസ് ആയാലും നമുക്ക് രാത്രി കണ്ടാലും കുഴപ്പമില്ല. അതായത് വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഒരു സ്ഥലം നേരിട്ട് കാണാനായാലും വീഡിയോയിലായാലും എനിക്ക് കൂടുതൽ ഇഷ്ടം വെളിച്ചത്തിലുള്ള ആ ഒരു വ്യൂ ആണ്, നൈറ്റ് വ്യൂവിനെക്കാളും. അങ്ങനെ അത്യാവശ്യം തിരക്കില്ലാതെ ഈ ഒരു സ്ഥലത്തെ വീഡിയോ എടുക്കാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ ഞാൻ നേരെ തിരിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ എവിടെയാണ് ഇവരൊക്കെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് നോക്കുന്നതായിരുന്നു അടുത്ത മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ കുറേ നടന്നിട്ടാകുമ്പോൾ ഞാൻ ദൂരെ നിന്ന് തന്നെ എല്ലാവരെയും കണ്ടു. എല്ലാവരും കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തുനിന്ന് ഇവരുടെ സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. ആ വെയിലും കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സമയം റെസ്റ്റ് ചെയ്തു. അവസാനം ഒരു സൺസെറ്റ് ടൈമോളം തന്നെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇവർക്കും എല്ലാം ആ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു സ്ഥലത്ത് പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നേരത്തെ പോലെ ആയിരുന്നില്ല. ഇപ്രാവശ്യം ആൾക്കാരൊക്കെ കുറേ വരിയായി നിൽക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്.
അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയി വീണ്ടും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വീണ്ടും പച്ചപ്പുള്ള ഒരു ഏരിയ കണ്ടുപിടിച്ച് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് ഇരുട്ടാവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അടുത്ത അട്രാക്ഷനായ ഗ്ലാസ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായത്. പുറത്ത് നിന്ന് കാണുന്നത് പോലെ തന്നെ അതേ വലുപ്പം തന്നെയാണ്, ഉള്ളിൽ അത്രയും കാണാനുണ്ട്. അതായത് വലിയൊരു ഏരിയയിലായിട്ടാണ് ഇവർ ഈ ഒരു ഗ്ലാസ് ഹൗസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിറാക്കിൾ കേവിനെക്കാളും എന്തുകൊണ്ടും വേദിയായിട്ട് തോന്നിയിട്ടുണ്ടായത് ഈ ഒരു ഗ്ലാസ് ഹൗസ് വിസിറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ടോപ്പ് മോസ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ്. ഈ ഒരു പോയിന്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ അകത്ത് വാഷ്റൂംസ് ആയാലും കഫറ്റീരിയ ആയാലും അവൈലബിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ സ്നാക്സും ചായയും കോഫിയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് തന്നെ ആയിരുന്നു ഇത്. നടന്ന് ക്ഷീണിച്ച് എല്ലാവരും ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ബ്രേക്ക് പോലെ തന്നെയായി തോന്നി. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആകെ മിസ്സായിട്ടുണ്ടായത് ചിൽഡ്രൻ പ്ലേ ഏരിയ ആയിരുന്നു. അത് വേറെ തന്നെ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇവർക്ക് കളിക്കാനായിട്ട്. പിന്നെ എല്ലാവരും ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഒന്നാമത് ആ ഒരു സ്ഥലത്തേക്ക് പോകാഞ്ഞത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പം വീണ്ടും അടുത്തൊരാഴ്ച പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.